നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളില്ലാതെ സംസ്ഥാന ബജറ്റ്. 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകം എന്ന് വേണം പറയാൻ. അതായത് ജനപ്രിയമല്ലെന്ന് ചുരുക്കം. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുത വാഹനങ്ങൾക്കും നികുതി കൂട്ടി സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. ശമ്പള പരിഷ്കരണവും പ്രഖ്യാപിച്ചിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ 200 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇത്തരത്തിലുള്ള സൂചനകൾ ധനമന്ത്രിയും നൽകിയിരുന്നു. എന്നാൽ ക്ഷേമ പെൻഷന്റെ 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമായിരുന്നു ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിൽ നൽകും. ഭൂനികുതി 50% വർദ്ധിപ്പിക്കുകയും ചെയ്തു. കോടതി ഫീസും വർദ്ധിപ്പിച്ചു. കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് നടത്തിപ്പു രീതികൾ സ്വീകരിച്ച് മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്നതാണ് ഇത്. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെയാകും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തി. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി പ്രധാന വ്യവസായ ഇടനാഴി വികസിപ്പിക്കും. തീരദേശപാതയുടെ ഓരോ 25 കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും. ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കൊല്ലത്ത് IT പാർക്ക് സ്ഥാപിക്കും. ആരോഗ്യമേഖലയ്ക്ക് 10,431.73 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ പദ്ധതിക്കായി 700 കോടി രൂപയാണ് അനുവദിച്ചത്. പൊതുമരാമത്ത്, പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപ വകയിരുത്തി. കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കാൻ 50 കോടി രൂപയും പ്രഖ്യാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം 15,980.41 കോടിയായി ഉയർത്തി. ജനറൽ പർപ്പസ് ഫണ്ടായി 2,577 കോടി രൂപയും നൽകും. വ്യവസായങ്ങൾക്കുള്ള ഭൂമിക്കായി ക്ലിക്ക് പോർട്ടൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി അതിവേഗ റെയിൽ പാതയ്ക്ക് ശ്രമം തുടരുമെന്നും പറഞ്ഞു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഫെബ്രുവരിയിൽ നൽകുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. PF-ൽ ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുത്താനും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബജറ്റ് പര്യാപ്തമാണോ എന്ന് ചിന്തിക്കണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള ഈ സർക്കാരിന്റെ അവസാന പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ജനപ്രിയ നടപടികൾ പ്രതീക്ഷിച്ചവർ നിരാശരായി. മറിച്ച് സാമ്പത്തിക ദർശനത്തിന്റെ വെളിച്ചം ഈ ബജറ്റ് പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരത്തിലും നിരാശ കലരാതെ തരമില്ല. ആനച്ചോറ് കൊലച്ചോറ് എന്നാണ് പഴമൊഴി. സത്യമാണ്. ആനയും വെടിക്കെട്ടും മലയാളികളുടെ പൊതുവികാരമാണ്. പൂരം ആഘോഷമാക്കുന്നത് തന്നെ വെടിക്കെട്ടും ആനയുമാണ്. അതുകൊണ്ട് ആനയെഴുന്നള്ളിപ്പുമായും വെടിക്കെട്ടുമായും നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കാര്യം ശരിയാണ്. ആഘോഷങ്ങൾക്ക് ഒരെടുപ്പ് വേണമെങ്കിൽ ഇതെല്ലാം അനിവാര്യവുമാണ്. പക്ഷേ അപകട സാധ്യത കൂടി മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്. ഉത്സവാഘോഷങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഉത്സവങ്ങൾക്കിടയിൽ ആന ഇടഞ്ഞു വരുത്തിവെച്ച മരണങ്ങളും അപകടങ്ങളും നിരവധിയാണ്. ദാരുണമായ മരണങ്ങൾ കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. ഈ ആഴ്ചയുടെ തുടക്കം മുതൽ തുടർ ദിവസങ്ങളിലായി ഉത്സവപ്പറമ്പുകളിൽ ആനകൾ ഇടഞ്ഞ് അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചത്. ദാരുണമായ മരണങ്ങളും നിശബ്ദമായി കണ്ടു നിൽക്കേണ്ട അവസ്ഥ. ആദ്യത്തെ സംഭവം ചിറ്റാറ്റുകരയിലായിരുന്നു. പൈങ്കണിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞ് ഒരാളെ കുത്തിക്കൊന്നത്. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കെ ആന പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. ഇയാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പാപ്പാനെ ആക്രമിച്ച ആന ഇറങ്ങി റോഡിലൂടെ ഓടി. ഇതിനിടെയാണ് കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് ആലപ്പുഴ സ്വദേശിയായ ആനന്ദനെ ആന ആക്രമിച്ചത്. ഇയാളെ തുമ്പിക്കൈകൊണ്ട് നിലത്തടിച്ച ശേഷം കൊമ്പുകൊണ്ട് കുത്തുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചിറ്റാറ്റുകരയിൽ നിന്നും ഇടഞ്ഞോടിയ ആന കടവല്ലൂർ നമ്പഴിക്കാട് മേഖലകളിലൂടെ ഓടി. തുടർന്ന് കണ്ടാണിശ്ശേരിയിൽ വെച്ചാണ് ആനയെ തളച്ചത്.
അടുത്ത ദിവസം ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തിയത് എരുമപ്പെട്ടി മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലായിരുന്നു. ഭരണിവേലയിലെ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടയിലാണ് ആനയിടഞ്ഞത്. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തിരിഞ്ഞോടുകയായിരുന്നു. ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി. വലിയ ആശങ്കകളിലേക്ക് പോകുന്നതിനു മുമ്പ് തന്നെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളെത്തി ആനയെ തളച്ചു. പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഏറ്റവും ഒടുവിൽ കൂറ്റനാട് നേർച്ചയ്ക്കിടെയായിരുന്നു കൊമ്പന്റെ പരാക്രമം. പാപ്പാനെ കുത്തിക്കൊല്ലുന്ന കാഴ്ചയും നടുക്കുന്നതായിരുന്നു. ചുറ്റും ആളുകളുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. കൊമ്പന്റെ കലി തീരുന്നതുവരെ പരാക്രമം. കോട്ടയം സ്വദേശി 50 വയസ്സുള്ള കുഞ്ഞുമോനാണ് മരിച്ചത്. കൂറ്റനാട് തണ്ണീർക്കോട് പാതയിൽ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ദേശോത്സവത്തിനോടനുബന്ധിച്ചുള്ള സമാപന ഇനമായ ഗജസംഗമത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. മുൻപോട്ട് നടക്കുന്നതിനിടെ ആന പെട്ടെന്ന് ഇടയുകയും കൂടെയുണ്ടായിരുന്ന പാപ്പാനെ റോഡിലിട്ട് കുത്തുകയുമായിരുന്നു. സംഭവ സമയം ആനപ്പുറത്ത് 3 പേരുണ്ടായിരുന്നു. ഇതിലൊരാൾ സമീപത്തുള്ള ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ചാടി രക്ഷപ്പെട്ടു. മറ്റൊരാൾ ആനയുടെ കാൽച്ചുവട്ടിലേക്ക് വീണെങ്കിലും ഇയാളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും ആന തകർത്തു. ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ ആനയെ മറ്റ് പാപ്പാന്മാരും പോലീസും ചേർന്ന് തളച്ച ശേഷം ലോറിയിൽ കയറ്റി സംഭവസ്ഥലത്ത് നിന്ന് മാറ്റി. മിണ്ടാപ്രാണികളാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുക എന്ന് പറയാൻ സാധിക്കില്ല. പൂരത്തിന്റെ ആളാവേശത്തിൽ ആന ഇടയുമ്പോൾ ഉണ്ടാകുന്ന അപകട പരമ്പരയാണ് നമ്മൾ കണ്ടത്. ഇനിയും ഉത്സവങ്ങൾ തകൃതിയായി നടക്കാനുണ്ട്. ഇതുപോലുള്ള അപകട സാധ്യത മുന്നിൽ കാണുകയും വേണം. ആനയെ വേണ്ടെന്ന് വെക്കണമെന്നല്ല, എന്നിരുന്നാലും വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം, അതിനുള്ള മുൻകരുതലുകളെല്ലാം കൃത്യമായി നടപ്പിൽ വരുത്തേണ്ടതും ആവശ്യമാണ്. ഇനിയും ആനയുടെ കൊമ്പിൽ ജീവനുകൾ പിടയാൻ ഇടവരരുത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അനിവാര്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ കുടിവെള്ളക്ഷാമം പലയിടങ്ങളിലും രൂക്ഷമാണ്. വർഷങ്ങൾ കഴിയും തോറും വെള്ളം കിട്ടാക്കനിയാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ കാലാഹരണപ്പെടാതെ സംരക്ഷിക്കേണ്ടത് ജീവൻ നിലനിൽക്കാനുള്ള ഉപാധി കൂടിയായി മാറുകയാണ്. മാത്രമല്ല, ഒരു പ്രദേശത്തെ കൃഷിക്കും ജലസേചനത്തിനും അപ്പുറം ടൂറിസം വികസനത്തിനു കൂടി ഉപകാരപ്രദമാക്കിയെടുക്കാനും സാധിക്കും. വേലൂർ കിടായിച്ചിറയുടെ സംരക്ഷണ പ്രവൃത്തികൾ ആരംഭിച്ചത് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. 2021-22 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിടായിച്ചിറയുടെ സംരക്ഷണത്തിനാണ് 3 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നിർവഹണം ആരംഭിച്ചിട്ടുള്ളത്. കുന്നംകുളം മണ്ഡലത്തിലെ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജലസംരക്ഷണ പദ്ധതിയാണ് കിടായിച്ചിറ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള കിടായിച്ചിറ വേലൂർ, വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ പാടശേഖരങ്ങളിലെ ജലസേചനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും ഭൂഗർഭ ജലസംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ്. കിടായിച്ചിറയുടെ അതിർത്തി സംരക്ഷണം, പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചനത്തിനായുള്ള കനാലുകൾ, ജലസേചന നിയന്ത്രണത്തിനായി FRP ഷട്ടറോടുകൂടിയ സ്ലോയിസ്, 2 തട്ടുകളിലായി കിടക്കുന്ന പദ്ധതി പ്രദേശത്തിന്റെ ചുറ്റുമുള്ള ഇന്റർലോക്ക്, സ്റ്റെപ്പുകൾ, ഹാൻഡ് റെയിൽ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് 3 കോടി രൂപയുടെ അനുമതി നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം 122 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ ജലം ലഭ്യമാകും. നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്താനും സാധിക്കും. ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണവും മഴവെള്ളം കുത്തിയൊലിച്ചു പോകുന്നതും പ്രദേശത്തെ ഭൂഗർഭജല വിതരണത്തിൽ കുറവ് വരുന്നുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ഈ വേനലിൽ നിർമ്മാണം തുടങ്ങുകയാണ് ലക്ഷ്യം. കാർഷിക ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണിക്കുന്നുണ്ടെന്ന് കുന്നംകുളം MLA AC മൊയ്തീൻ പറഞ്ഞു. നിലവിൽ ജലസേചനത്തിന് വെള്ളം കൊണ്ടുപോകാൻ 1 മീറ്റർ വ്യാസത്തിലാണ് കിടായിച്ചിറ തുറന്നിട്ടുള്ളത്. ഇതുവഴി ആവശ്യമായ ജലം ലഭ്യമാകാത്തതിനാൽ താൽക്കാലിക മൺചാൽ സംവിധാനം മാറ്റി 300 മീറ്റർ നീളത്തിൽ ലീഡിംഗ് ചാൽ നിർമ്മിച്ച് FRP ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കാനാണ് എസ്റ്റിമേറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. കിടായിച്ചിറയിലെ ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നീക്കി ആഴം കൂട്ടി ചിറയുടെ സംഭരണശേഷി കൂട്ടാനും പദ്ധതിയുണ്ട്. ചിറയുടെ കിഴക്കുഭാഗം 80 മീറ്റർ നീളത്തിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ 150 മീറ്റർ നീളത്തിലും ചിറയുടെ വശങ്ങൾ 3 മീറ്റർ ഉയരത്തിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കും. ചിറയുടെ ഏറ്റവും താഴ്ന്നതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന 100 മീറ്ററിൽ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കും. 300 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലം ഉറപ്പിച്ച് 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുന്നുണ്ട്.
വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെയും ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലുമാണ് കിടായിച്ചിറ. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾ കൃഷിക്ക് കുടിവെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം 122 ഹെക്ടർ കൃഷിഭൂമിക്കാവശ്യമായ ജലം ലഭ്യമാകും. നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്താനും സാധിക്കും. ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണവും മഴവെള്ളം കുത്തിയൊലിച്ചു പോകുന്നതും പ്രദേശത്തെ ഭൂഗർഭജല വിതരണത്തിൽ കുറവ് വരുന്നുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അരികുകൾ കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാനും പുറമേക്ക് വെള്ളം പോകുന്നതിനുള്ള ചാല് തയ്യാറാക്കി കൃഷിക്കാരെ സഹായിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ്. ഈ വേനൽക്കാലത്ത് തന്നെ പരമാവധി പണി തീർക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചാണ് കിടായിച്ചിറ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ ജനങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. വഴി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് ഉണ്ടായത്. തുടർന്നും എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു. ഇതിന് താഴേക്കുള്ള 100 കണക്കിന് ഏക്കർ ഭൂമിയിലെ നെൽകൃഷിക്കും മറ്റ് കൃഷികൾക്കും ജലസേചനത്തിനും വേലൂർ ജലസ്രോതസ് സംരക്ഷിക്കുന്നതോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് സാഹചര്യം ഒരുക്കാൻ കൂടി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്താനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കഴിയും. വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കാനും ഇതിലൂടെ സാധിക്കും. കൃത്യമായ രീതിയിൽ തടസ്സങ്ങളില്ലാതെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചാൽ ഒരു നാടിന്റെ ജലസേചനത്തിന് കാര്യക്ഷമമായ പദ്ധതിയായി ഇത് മാറുകയും ചെയ്യും. സാധാരണക്കാരുടെ ആശ്രയമാണ് ബസ്. പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ബസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ നാണക്കേട്. ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഉണ്ടായിരുന്ന ബസ് സർവീസ് നിർത്തിവെച്ചതാണ് യാത്രികർക്ക് ബുദ്ധിമുട്ടായത്. കോവിഡ് കാലം പല സർവീസുകളും നിലച്ചിരുന്നു. സ്വാഭാവികം, അക്കാലം അങ്ങനെയായിരുന്നു. കോവിഡ് മാറി വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ പേരിൽ യാത്രാ സൗകര്യം ഇല്ലാതാക്കുന്നത് ശരിയല്ലല്ലോ. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. കോവിഡിന് മുമ്പുണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് രാത്രികാല യാത്രികർക്ക് വിനയായത്. രാത്രി 8:15 ഗുരുവായൂരിൽ നിന്നുള്ള KSRTCയുടെ അവസാന ബസ്. ഇത് പോയി കഴിഞ്ഞാൽ 8:30 തമിഴ്നാട് സർക്കാരിന്റെ ഒരു ബസ്സുണ്ട്. ഇതിനുശേഷം ഒരു സ്വകാര്യ ബസ്സുമുണ്ട്. അതും ഉറപ്പില്ല. ട്രെയിൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 എറണാകുളം പാസഞ്ചർ പോയി കഴിഞ്ഞാൽ രാത്രി 11:15 ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് ഉള്ളത്. ഇതല്ലാതെ സാധാരണ യാത്രക്കാർക്ക് തൃശൂരിലെത്താൻ ടാക്സി അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. രാത്രിയിൽ ക്ഷേത്രനഗരിയിൽ എത്തുന്നവർ ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. കോവിഡിന് മുമ്പ് രാത്രി 10 മണിക്ക് ശേഷവും തൃശൂരിലേക്ക് KSRTC ബസ് ഉണ്ടായിരുന്നു. ഇത് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് കേരള കോൺഗ്രസ് എം ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി P. ഗോപകുമാർ പറഞ്ഞു. ഇതേ തുടർന്ന് ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കുന്നംകുളം വഴി തൃശൂരിലേക്ക് രാത്രിയിൽ KSRTC ബസ്സുകളുണ്ട്. ഇതിലൊരെണ്ണം ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് സർവീസ് നടത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂരിന്ന് രാത്രി 9 മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്കും യാത്രക്കാർക്കും അകലെ നിന്ന് വരുന്ന ജനങ്ങൾക്ക് തൃശ്ശൂർ വരെ എത്തിച്ചേരാൻ ഒരു ബസ് സർവീസ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ഗുരുവായൂർ കേരള കോൺഗ്രസ് എം ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി KSRTCയുടെ DTOയ്ക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് ഇതുവരെ നടപടിയായിട്ടില്ല. എത്രയും വേഗം അതൊന്ന് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉണ്ടായിരുന്ന സർവീസ് നിലയ്ക്കുമ്പോൾ അതിന്റെ ദുരിതം പേറുന്നത് സാധാരണക്കാരായ യാത്രികരാണ്. ചൊവ്വല്ലൂർ പടി വഴിയുള്ള യാത്രാ സൗകര്യം അനിവാര്യമാണ്. നിരവധി വിശ്വാസികൾ എത്തുന്ന ഇടമാണ് ഗുരുവായൂർ. എപ്പോഴും ടാക്സിയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി നടപ്പിലാകുന്ന കാര്യവുമല്ല. പൊതുജനത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന വിശ്വാസത്തിലാണ് യാത്രികർ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കും. അപകട സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് പരിഹരിക്കണം. അതിനാണല്ലോ ചുമതലയും ശമ്പളവും കൊടുത്ത ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. ഇനിയിപ്പോ അധികാരികൾ കാണാതിരുന്നാൽ പൊതുജനത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ആവും. ഒടുവിൽ പൊതുജനം തന്നെ ഇടപെടേണ്ടി വരും, അധികാരികളുടെ കണ്ണ് തുറക്കാൻ. ദിനംപ്രതി ഉണ്ടാകുന്ന അപകടങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. അപ്രതീക്ഷിതമായുണ്ടാകുന്ന അപകടങ്ങൾക്ക് പുറമെ വരുത്തിവെക്കുന്ന അപകടങ്ങളുമുണ്ട്. കാണാം എന്താണ് അപകട സാധ്യത ഉണ്ടാക്കുന്നതെന്ന്. ഗുരുവായൂർ ആനത്താവളം റോഡിൽ അനധികൃതമായി സ്കൂൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് അപകടക്കെണിയാകുന്നത്.
നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും മോട്ടോർ വാഹന വകുപ്പും പോലീസും കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് ആക്ഷേപം. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ മാറി താമരയൂരിൽ റോഡിന്റെ കിഴക്കുഭാഗത്തായി 15ഓളം ട്രാവലറുകളാണ് അനധികൃതമായി പാർക്ക് ചെയ്യുന്നത്. മമ്മിയൂർ LF സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളാണിവ. കുട്ടികളെ രാവിലെ സ്കൂളിൽ ഇറക്കിയ ശേഷം വാഹനങ്ങൾ 1 കിലോമീറ്റർ അകലെയുള്ള ഇവിടെ കൊണ്ടുവന്നിടുകയാണ് ചെയ്യുന്നത്. വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് തിരികെ കൊണ്ടുപോകും. കഴിഞ്ഞ അധ്യയന വർഷം മുതലാണ് ഇത് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം വാഹനങ്ങളുടെ എണ്ണം കുറവായിരുന്നതിനാൽ നാട്ടുകാർക്ക് കാര്യമായ എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ നാട്ടുകാർക്കിത് തലവേദനയായിരിക്കുകയാണ്. വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ വാഹനങ്ങൾ റോഡിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതിനാൽ പരിഹാരം കാണാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാരനായ വത്സൻ താമരയൂർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പാർക്കിംഗ് നിരോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനു പുറമെ ആനത്താവള പരിസരത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയുമുണ്ട്. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും പഴയ വാഹനങ്ങളുടെ പുതുക്കലുമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനായി റോഡിന്റെ ഇരുവശങ്ങളിലുമായി വാഹനങ്ങളുടെ നിര മീറ്ററുകളോളം നീളാറുമുണ്ട്. റോഡ് അപകടങ്ങൾക്ക് കാരണമാകാവുന്ന തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തന്നെ അവസരം ഒരുക്കുന്നതിനാലാണ് അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയുണ്ടാകാത്തതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതിവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്ന റോഡാണ് ആനക്കോട്ട മമ്മിയൂർ റോഡ്. അവിടെ ഇപ്പോൾ കോൺവെൻറ്റിൽ ഡ്യൂട്ടിക്ക് വരുന്ന പിള്ളേരെ കൊണ്ടുവരുന്ന വണ്ടി സ്ഥിരമായിട്ട് ഈ രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം എടുത്തു പോകുന്ന തരത്തിൽ അപകടം ഉണ്ടാവുന്ന സ്ഥലത്താണ് ഈ വണ്ടി ഇട്ടുള്ളത്. ഈ വണ്ടികൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് വലിയ അപകടം വിളിച്ചു വരുത്തുകയാണ്. അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അതിനുവേണ്ട നടപടി എടുക്കണം. അല്ലാത്ത പക്ഷേ ഇനിയും അപകടങ്ങൾ കൂടി വരാനുള്ള സാധ്യത. വാഹനങ്ങൾ റോഡരികിൽ ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് നോ പാർക്കിംഗ് എന്ന ബോർഡുകൾ വെക്കുന്നതും പിഴ ഈടാക്കുന്നതും. സ്വതവേ അപകട സാധ്യതയുള്ള റോഡിൽ ഇത്രയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാൽനട യാത്രികരും റോഡിലേക്ക് കയറി നടക്കുന്നതും അപകട സാധ്യത വിളിച്ചു വരുത്തും. അപ്പോൾ കൃത്യമായ നടപടിയുണ്ടാകുമല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലെന്ന ചുരുക്കം. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.